Hi all, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് വളരെ അധികം ഒരു ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ 578/2024 പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അപ്ഡേറ്റ് ആണ്. അതിൻ്റെ എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന സെപ്റ്റംബർ-നവംബർ ടൈമിലായിരിക്കും ഇതിൻ്റെ എക്സാം നടത്തുക എന്നുള്ളതാണ് PSC ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ, അതായത് ഇതിന് മുൻപ് ഇതേ പോസ്റ്റിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 192/2019 ആണ്. അതിൻ്റെ ഡേറ്റ് ഓഫ് എഫക്റ്റ് വന്നിട്ടുള്ളത് 9/3/2023 ഓക്കെ, അതായത് മാർച്ച് 9, 2023. കട്ട് ഓഫ് വന്നിരിക്കുന്നത്, ആ എക്സാമിൻ്റെ കട്ട് ഓഫ് 62.67 ആയിരുന്നു. അപ്പോൾ അതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 15 എണ്ണം പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഈ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ നമ്മൾ ഈ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ടെങ്കിലും മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 20 വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് 15 അഡ്വൈസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ജനുവരി 4 വരെയുള്ള ആ കാലയളവിനുള്ളിൽ 15 അഡ്വൈസ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് പോയിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന്. അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുന്ന ഒരു സംഗതിയാണെങ്കിൽ പോലും നമുക്ക് ഒഴിവുകൾ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു 20 പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. സോ ഇതാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പറയുന്ന ലിസ്റ്റിൽ ഈ കമ്മ്യൂണിറ്റി വൈസ് ഉള്ള ഒരു അഡ്വൈസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓരോന്നും. അപ്പോൾ നമുക്കതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതിൻ്റെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 4/1/2025 ആണ്. കഴിഞ്ഞ ജനുവരി 4 അതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്ന പോയിരിക്കുന്നത്. ടോട്ടൽ 15 അഡ്വൈസ് എന്ന് പറയുന്ന പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് അതിൻ്റെ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് നമുക്കൊരു മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് ജസ്റ്റ് ഒന്ന് കയറി പറ്റാൻ മാത്രമെങ്കിലും കഴിഞ്ഞാൽ ഈ പോസ്റ്റിലുള്ള ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അത് ഏതാണ്ട് നമുക്ക് കൺഫേംഡ് ആണ്. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ അത്രയും നല്ലവണ്ണം ഒന്ന് പഠിക്കുക കൂടി ചെയ്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ മെയിൻ ലിസ്റ്റിലെ ഒരു 20 എന്ന് പറയുന്ന പർട്ടിക്കുലർ കൗണ്ടിനുള്ളിൽ നമ്മുടെ പേരും റോൾ നമ്പറും എന്ന് പറയുന്നതും കൂടി ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ കമ്മ്യൂണിറ്റി വൈസ് ഉള്ള റിസർവേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഓരോന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാഡമി വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ഇൻട്രാക്ഷൻ സെഷൻസ്, മെൻറ്റർ സപ്പോർട്ട്, മോക്ക് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കൂടി ഉൾപ്പെടുന്ന ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.